ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുമ്പോൾ സീതയ്ക്കൊട്ടും പേടി തോന്നിയില്ല. അവൾ ചെല്ലുന്നത് കാത്തിരിക്കുന്നത് പോലെ വാതിലിൽ മുട്ടുന്നതിനു മുൻപ് അതവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. 5-6 പേരുണ്ടകത്ത്. ഹാള് പോലുള്ള ആ വലിയ മുറിയിൽ നടുവിലൊരു കസേരയിൽ ചേർത്ത് കെട്ടിയ നിലയിൽ അർജുൻ. തളർന്നു തൂങ്ങിയ അവൻ്റെ കണ്ണുകൾ അവളെ കണ്ടതും ഒരിക്കൽ കൂടി പിടഞ്ഞു. സീതയത് വ്യക്തമായി കണ്ടിരുന്നു. എന്തിനാ വന്നതെന്ന ചോദ്യം അവൻ്റെ തൊണ്ടയിൽ പിടയുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. നോക്കടാ, ചേച്ചിക്കൊട്ടും പേടിയില്ല. കൂട്ടത്തിൽ ഒരുവൻ്റെ വാക്കുകൾ. സീത പുച്ഛത്തോടെ അവനെ നോക്കി. ജീവനായ ഒരുവനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. മാറ്റി നിർത്താൻ മനസ്സിൽ തീരുമാനമെടുത്തു. അതിൽ കൂടുതൽ ഇനിയെന്ത് പേടിക്കാൻ? അവൾ അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. വേണ്ട ടോണി, അഭയ്, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഞാനല്ലേ നിങ്ങളോട് തെറ്റ് ചെയ്തത്. എൻ്റെ ചേച്ചിയെ വെറുതെ വിട് പ്ലീസ്. കസേരയിൽ ഇരുന്നു കൊണ്ട് അർജുൻ കേഴുന്നുണ്ട്. അവരെല്ലാം പുച്ഛത്തോടെ അവനെ നോക്കി. മര്യാദയുടെ ഭാഷയിൽ നിന്നോട് പറഞ്ഞു തന്നതല്ലേടാ, നിനക്കിനി ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മോചനമില്ലെന്ന്. അപ്പോൾ നിനക്ക് ആദർശം. എന്നിട്ടിപ്പോൾ ഇരുന്നു മോങ്ങുന്നോ നീ? പറഞ്ഞു തന്നതല്ലേ നീ അനുഭവിക്കുമെന്ന്. എവിടെ ആദർശം കൊണ്ട് വാടാ, നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതൊന്ന് കാണട്ടെ. ടോണി അജുവിൻ്റെ മുഖത്ത് തോണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. ഞാനത് അർഹിക്കുന്നുണ്ട്. ഒരു എതിർപ്പും പറയില്ല. പക്ഷേ എൻ്റെ ചേച്ചിയെ ഇതിലേക്ക് വലിച്ചിടരുത് പ്ലീസ്, പ്ലീസ്. കെട്ടിയിട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അച്ചു പുളയുന്നുണ്ട്. സീത പതിയെ അവനരികിലേക്ക് നടന്നു ചെന്നു. 1000 വട്ടം നിനക്ക് പറഞ്ഞു തന്നതല്ലേടാ, ഇവരോടുള്ള നിന്റെ കൂട്ടുകെട്ട് നിന്റെ നാശത്തിനാണെന്ന്. കേട്ടോ നീ? വീണ്ടും വീണ്ടും ഇവരുടെ കാല് പിടിക്കാൻ നീയാണോ തെറ്റ് ചെയ്തത്? ഇവരല്ലേ? അവളുടെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിക്കുന്ന പോലെ. ചേച്ചി പ്ലീസ് ചേച്ചി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചേച്ചിക്ക് അറിയില്ലേ ഇവന്മാരെ. അർജുൻ അവളെ നോക്കി ശബ്ദമില്ലാതെ കേണു. സീത അവൻ്റെ മുഖം നോക്കി ഒറ്റ അടിയായിരുന്നു അതിനുള്ള മറുപടി. അവൻ്റെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി. കണ്ടു നിന്നവർ പോലും അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം പതറി. വിറച്ചുകൊണ്ട് കാൽക്കീഴിൽ ഒതുങ്ങുമെന്ന് കരുതിയവൾ പുലിയെപ്പോലെ ചേർന്ന് നിൽക്കുന്നു. ഇവരെ എനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ നിനക്കറിയാമായിരുന്നില്ലേ? അവളുടെ ചോദ്യം കുറുത്തു. അർജുൻ മുഖം കുനിച്ചു. പറയടാ, നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇമാതിരി നെറികെട്ടവരോട് ചങ്ങാത്തം കൂടിയത്? സ്വന്തം കുടുംബത്തിലേക്ക് ഇവർക്ക് കയറി ഇറങ്ങാൻ അവസരമൊരുക്കിയത് അത് നീയല്ലേ? എന്നിട്ട് നിന്നെപ്പോലെ ഞാനും എല്ലാം സഹിക്കണോ? അവളുടെ കലി നിറഞ്ഞ മുഖം. അർജുൻ മനഃപൂർവ്വം മുഖമുയർത്തി നോക്കിയില്ല. ആഹാ, ചേച്ചി പൊളിച്ചു. പെണ്ണായ ഇതുപോലെ വേണം, റബ്ബർ പന്ത് പോലെ. എനിക്ക് ഇഷ്ടായി, നല്ലോണം ഇഷ്ടായി. അഭയ് കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ഇത്രയും ധൈര്യം സത്യമായും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൻ അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. സീത നിന്നിടത്ത് നിന്നും അനങ്ങിയില്ല. പക്ഷേ ചേച്ചിയൊരു കാര്യം മറന്നു. ഒറ്റയ്ക്ക് വന്ന് കയറിയത് ഞങ്ങളുടെ തട്ടകത്തിലാണ്. അഭയ് പുച്ഛത്തോടെ അവളെ ചുഴിഞ്ഞു നോക്കി. നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. അവൾ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി. അർജുൻ പേടിയോടെ അവളെയും അഭയെയും മാറി മാറി നോക്കുന്നുണ്ട്. അവൻ്റെ മുഖം മാറുന്നു. കണ്ണുകളിൽ ചുവപ്പുരാശി പടരുന്നു. അർജുൻ്റെ നെഞ്ചിരിപ്പ് കൂടി. സീത പക്ഷേ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒട്ടും പതറാതെ നിൽക്കുന്നത് കണ്ടു. എന്താണ് അവൾക്കുള്ളിലെന്ന് എത്ര ആലോചിച്ചു നോക്കിയിട്ടും അവന് മനസ്സിലായില്ല. മതിയടി ചേച്ചി, നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ അത് തരുന്നത് ഞങ്ങളല്ലെന്നേ. അതിനുള്ള ആള് ഇപ്പം വരും. ഞങ്ങൾക്ക് വേണ്ടത് ദാ ഇവനെയാണ്. കൂട്ടത്തിൽ ഇച്ചിരി കാശുകൂടി കിട്ടിയപ്പോൾ നിന്നെ കൂടി ഇതിലേക്ക് ചേർക്കാമെന്നുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ഇവനുള്ള വല വിരിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തന്നവർക്കുള്ള സഹായം അത് ഞങ്ങൾ തിരിച്ചും ചെയ്യുന്നു, അത്രയുള്ളൂ. അവളെ നോട്ടം കൊണ്ട് കൊത്തിപ്പറിച്ചാണ് ടോണി അത് പറഞ്ഞത്. പക്ഷേ അത്രയും ക്ഷമ ഞങ്ങൾക്കില്ലല്ലോ മക്കളെ. വാതിൽക്കൽ നിന്നും കേട്ട ശബ്ദം. അഭയും ടോണിയും വെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന 2 പേർക്കും മുഖം നിറഞ്ഞ ചിരി. അവരുടെ നെറ്റി ചുളിഞ്ഞു. സീതയെ നോക്കിയപ്പോൾ അവൾക്കും അതേ ചിരി. വെറുതെയല്ല കല്ലുപോലെ ഉറച്ചു നിന്നിരുന്നത്. നീ? അഭയ് അവൾക്ക് നേരെ തിരിഞ്ഞു. സീത മുഖം നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി. ചതിച്ചു എന്നതായിരിക്കും അല്ലേ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. നീയൊന്നും എന്നെ ഒരു പുണ്യം ചെയ്യാനല്ലല്ലോ വിളിച്ചത്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു കയറി തന്നാലും
നിങ്ങൾ ദേ ഇവനെ വെറുതെ വിടുമെന്ന് പറഞ്ഞ നുണ. വെള്ളം തൊടാതെ വിഴങ്ങാൻ ഞാൻ വിഡ്ഢിയല്ല. ഇത് സീതാലക്ഷ്മിയാണ്. സീത അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്ട്രോങ് സീതാലക്ഷ്മി എന്നുകൂടി പറയടി. ഹരി അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചു. കണ്ണൻ പക്ഷേ കുറച്ചു മാറി നിന്നു. അപ്പോ ചേട്ടന്മാർ ചോദിക്കും, അനിയന്മാർ ഉത്തരം പറയും. അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് പോവാം. റെഡിയല്ലേ? ഹരി സീതയുടെ തോളിൽ നിന്നും കൈമാറ്റി മുണ്ടൊന്ന് കുടഞ്ഞെടുത്ത് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, ചേട്ടന്മാർ ഷൈൻ ചെയ്യാൻ വന്നതാണ് അല്ലേ? പക്ഷേ സ്ഥലം മാറിപ്പോയി. ആളുകളും. ഈ അനിയന്മാർ ഇത്തിരി പിശകാണ് ചേട്ടന്മാരെ. അടുക്കാനൊന്നും കൊള്ളൂല, ഓടാനും കൊള്ളൂല. ലേടാ മക്കളെ? ടോണി കൂടെയുള്ളവരെ തലചെരിച്ചു നോക്കി ചോദിച്ചു. അവരുടെയെല്ലാം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അത്രയും പുച്ഛമാണ്. അപ്പോ സഹകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെന്ന്, അങ്ങനെയല്ലേ? കണ്ണൻ ചോദിച്ചു. അവരെല്ലാം ഒരുപോലെ ഇല്ലെന്ന് തലയാട്ടി. ശരി, നമുക്ക് തല്ലി തീർക്കാം. കോളേജ് കഴിഞ്ഞേ പിന്നെ തടിയാണെങ്കിൽ ഒരു തല്ലുണ്ടാക്കിയിട്ടില്ല. അതിനെ കിട്ടിയ സുവർണ അവസരമായി ഇതിനെ കണ്ടാളാം. അല്ലേ കണ്ണ? കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. ഷർട്ടിൻ്റെ കൈ തുരുത്ത് കയറ്റിക്കൊണ്ട് കണ്ണൻ തലയാട്ടി. അപ്പോ നിന്റെ ഡയലോഗ് തീർന്നില്ലേ? നീ ഇനി ഗാലറിയിൽ കയറിയിരുന്ന് കളി കാണട്ടാ. ഹരി സീതയെ വലിച്ചു നീക്കി സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതിനിടയിൽ കണ്ണൻ അർജുനെ കെട്ടഴിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. അവന്മാർ ശരിക്കും പെരുമാറിയത് കൊണ്ട് അവന് നേരെ നിൽക്കാൻ കൂടി വയ്യ. കണ്ണൻ അവനെ കസേരയിൽ തന്നെ ഇരുത്തി. തൽക്കാലം മോൻ ഇരുന്ന് കളി കാണ്. കണ്ണൻ കണ്ണടച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ തട്ടി. തല്ലൊന്നും വേണ്ട ഹരി. സീത അവൻ്റെ കയ്യിൽ പിടിച്ചു. കണ്ണൻ അവളെ നോക്കുന്നില്ലെന്ന് സീത ശ്രദ്ധിച്ചു. അവൾക്കുള്ളിലെ മുറിവ് വീണ്ടും വേദനിക്കാൻ തുടങ്ങി. തലോടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മുതലുകളല്ല ഇതെന്ന് നിന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുക്ക ഹരി. ഹരിയോട് പറഞ്ഞത് കേട്ടിട്ടാണ് കണ്ണൻ വിളിച്ചു പറഞ്ഞതെന്ന് സീതയ്ക്ക് മനസ്സിലായി. ഹരി അടക്കി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഇനി നിനക്ക് അടികൊള്ളുമെന്നുള്ള പേടി കൊണ്ടാണ് കൂട്ടുകാരി പറഞ്ഞതെങ്കിൽ നീ ഇതിലേക്ക് ഇറങ്ങണ്ട ഹരി. എനിക്ക് പിന്നെ എന്ത് പറ്റിയാലെന്ത്? കിരൺ വർമ്മ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ്, ആർക്കും ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ഞാൻ നേരിട്ടോളാം. കണ്ണൻ വിളിച്ചു പറയുന്നത് അത്രയും സീതയുടെ ഇടനെഞ്ച് തുളച്ച് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അവനോട് പറഞ്ഞതിനുള്ള പ്രതിഷേധമാണ് ആ പറയുന്നതൊക്കെയും. സീത വേദനയോടെ ഹരിയെ നോക്കി. അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു. അഭയ്ക്കും കൂട്ടുകാർക്കും കണ്ണനും ഹരിക്കും മുന്നിൽ അധികം പിടിച്ചു നിൽക്കാനായില്ല. വിചാരിച്ചതിനേക്കാൾ വീര്യത്തോടെ രണ്ടുപേരും കളം നിറഞ്ഞാടിയപ്പോൾ അവരെല്ലാം വീണുപോയിരുന്നു. സീത ശ്വാസം പോലും വിടാൻ കഴിയാതെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി. കണ്ണൻ്റെയും ഹരിയുടെയും ആ ഭാവം അവളും അന്ന് ആദ്യമായി കാണുകയാണ്. അതിൻ്റെ അമ്പരപ്പ് മുഴുവനും ആ മുഖത്തുണ്ട്. എത്ര ശാന്തമായി തന്നോട് സംസാരിക്കുന്നവരാണ്, സംഹാരമൂർത്തികളെ പോലെ അടിച്ചൊതുക്കുന്നത്. അപ്പോ ഇനി അനിയന്മാർക്ക് പറയാമല്ലോ. ഹരി കമിഴ്ന്നു കിടക്കുന്ന ടോണിയെ മലർത്തിയിട്ടുകൊണ്ട് ചോദിച്ചു. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അതിനെ ഇനി വാ തുറക്കാവൂ. ഇല്ലെങ്കിൽ അറിയാലോ. കണ്ണൻ മുരണ്ടുകൊണ്ട് ചോദിച്ചു. അർജുനോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടിയാണ് ഈ കളിയിലേക്ക് സീതയെ കോർത്തു വലിച്ചത്? കണ്ണൻ്റെ ദേഷ്യം ജ്വലിക്കുന്ന മുഖം. അഭയൊന്ന് ഞെരുങ്ങി. അറിയില്ല. അവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുവരെയും നേരിട്ട് കണ്ടിട്ടുമില്ല. ആകെ ഫോണിൽ വിളിച്ചത് 2 തവണയാണ്. അർജുനെ വീട്ടിൽ നിന്നും പൊക്കാൻ അവർ സഹായിക്കും. പകരം അവനെ വെച്ച് വിലപേശി അവൻ്റെ ചേച്ചിയെ കൂടി ഇങ്ങോട്ടേക്ക് വരുത്തുക. അഭയ് നിലത്ത് കിടന്ന് പുളഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ബാക്കി പറ. ഒട്ടും അയവില്ലാതെ കണ്ണൻ്റെ സ്വരം അവന് നേരെ വീണ്ടും കുറുത്തു. ഇവൾ ഇങ്ങോട്ട് എത്തിയതിനു ശേഷം വിളിക്കാനും പറഞ്ഞു. അത്രമാത്രം അറിയുള്ളൂ. ടോണിയാണ് പറഞ്ഞത്. ഹരിയും കണ്ണനും ഒന്ന് പരസ്പരം നോക്കി. ഈ പറഞ്ഞതൊന്നും ഇനി മാറ്റി പറയേണ്ടി വരില്ലല്ലോ. ഹരി അവന് മുന്നിൽ വന്ന് നിന്നു. ഇല്ലെന്ന് ടോണി തലയാട്ടി. ഇനി നിങ്ങളുടെ നിഴൽ പോലും അർജുൻ്റെ നേരെ വീഴരുത്, മനസ്സിലായോടാ? കണ്ണൻ അഭയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഇതോടെ നിങ്ങൾ തമ്മിലുള്ള അവൻ്റെ ഇടപാട് തീർന്നു. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവനെയോ ഇവളെയോ നിങ്ങൾ ഓർക്കാൻ കൂടി പാടില്ല. കണ്ണൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നതല്ലേ നിങ്ങൾ ഇവർക്ക് കണ്ട കുറവ്? അതിനി വേണ്ട, മനസ്സിലായോ? ഹരി ടോണിയുടെ തലപിടിച്ച് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ അലർച്ച ഒരിക്കൽ കൂടി അവിടെ മുഴങ്ങി.